എടാ ഇതും പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിലെ ഒരു വീടാട്ടാ. ഇതിനകത്ത് 10 പേര് താമസിക്കുകയാണെന്ന്. 10 പേര് ഇതിനകത്ത് ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ കൊച്ചുങ്ങൾ ഉൾപ്പെടെ 10 പേരെ ഈ വീട്ടിൽ താമസിക്കണം. ഈ ഇതിനകത്ത് ഉറങ്ങുന്നത്. നമ്മുടെ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ മാത്രമല്ല, അതാണ്ട് ഇങ്ങനെയുള്ള വീടുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മ തോമസും അഖിൽമാരായിട്ട് നമ്മളൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഏറ്റവും കൂടുതൽ ദരിദ്രരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയുള്ള ഒരു രാജ്യത്ത് കമ്മ്യൂണിസം എന്താ വളരാതെ പോയത്? ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനമാണെന്ന് ജനത്തിന് ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങി. നരേന്ദ്രമോദി ഇതാണ് രാജ്യത്ത് ആദ്യം ചെയ്തത്. ഗ്യാസ് കൊണ്ടുവന്നതും കക്കൂസ് കൊണ്ടുവന്നതും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൊണ്ടുവന്നതും ഷാരടി വിഷയം യഥാർത്ഥത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നോടൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. ആ ചോദ്യം ഇപ്രകാരമാണ്: 2020 സ്ഥാനാർത്ഥികളെ പരിഹസിക്കുകയും CPM നിർത്തിയ സിനിമാക്കാർക്ക് സ്വീകാര്യമുണ്ടാവുക, കോൺഗ്രസ് നിർത്തിയ സിനിമാക്കാർക്ക് സ്വീകാര്യത ഉണ്ടാവുക. രമേശ് പിഷാരടി അദ്ദേഹം കോൺഗ്രസിൻ്റെ ആശയത്തോട് ചേർന്ന് നിന്ന ഒരാളാണ്. അപ്പോൾ എന്താ യോഗ്യത എന്ന ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുകയാണ് ഞാൻ ചെയ്തത്. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വന്നാൽ അവിടെ ഒരു അതിഥിയായി ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടാവണം. ഇത് സംബന്ധിച്ചാണ് ഒരു 10,000 അല്ല, 100 കണക്കിന് 10,000 കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ ജയിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ ഇരിക്കുന്നവന്മാർക്ക് യാതൊരു വേലയും കൂടി ഇല്ലാത്തവന്മാർക്ക് ഇവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള അയൽക്കാരൻ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവൻ നേരെ ഇവൻ്റെ അമ്മ വേശ്യ എന്ന് പറഞ്ഞോളെ. റോബിൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ റോബിനോട് വിളിച്ചിട്ട് ഇതിൻ്റെ ശരി തെറ്റ് എന്താ കാര്യം, റോബിൻ അങ്ങനെ മുമ്പ് അങ്ങനെ രാഷ്ട്രീയ അഭിപ്രായം. എടാ ഇതും പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിലെ ഒരു വീടാട്ടാ. നമ്മുടെ പറയണേ കാക്കനാട് നമ്മുടെ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ മാത്രമല്ല, അതാണ്ട് ഇങ്ങനെയുള്ള വീടുകളും ഉണ്ട്. മോളെ വാ. അതായത് ഉമ്മ തോമസ് 15 വർഷമായിട്ട് മറ്റേ ഇത് അതുപോലെ തൃക്കാക്കര കോൺഗ്രസിന്റെ കോട്ടയാണ്. അതല്ലാണ്ട് ഇതാണോ കോൺഗ്രസിന്റെ കോട്ട എന്നൂടെ ചോദിക്കണം അവരുടെ അടുത്തൊക്കെ. കേട്ടോ, പേടിയുണ്ടോ? എല്ലാവർക്കും പേടിയാണ്, അതാണ് ആരും മിണ്ടത്തില്ല. ഇനി പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റക്ക്. ഇനി പേടിക്കണ്ട, ഉറപ്പല്ലേ? അത്രയും മതി. മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു സഹോദരൻ ഉണ്ടെന്ന് ചിന്തിച്ചോട്ടോ, അത്രയും മതി. ഫോട്ടോ എടുക്കണോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടാ. അത് നാം ഇതുപോലെയുള്ള വീടുകളിലേക്ക് എന്ത് മാറ്റങ്ങൾ താങ്കൾ കൊണ്ടുവരുന്നത്? ആ ചോദ്യമേ ശരിയല്ല. ഇതുപോലെയുള്ള തൃക്കാക്കര മണ്ഡലത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പൊതുസമൂഹത്തിന് അറിയില്ല. ഞാനിത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കോളനിയുടെ പേരെന്തായിരുന്നു? ഞാൻ വേറെ കോളനിയിൽ ഇതുപോലെ പോയായിരുന്നു. അപ്പൊ ഇത് ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പം ആരും ആയിക്കോട്ടെ കോൺഗ്രസ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ തൃക്കാക്കര സാധാരണ വികസന മണ്ഡലമാണ്, എല്ലാവർക്കും ഉണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ താങ്കളെപ്പോലെ ആളുകൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴെങ്കിലാണ് പൊതുജനം കാണുന്നത്. ഇപ്പം അഖിൽമാരാർ വന്നുകൊണ്ടാണ് കണ്ടത്. ഇവിടെ വോട്ട് ചോദിക്കാൻ ആരും വരാറുമില്ലായിരിക്കും ഒരു പക്ഷേ. പിന്നെ ചിലപ്പോൾ അത് പിന്നെ ഈ സമയമാകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, മറ്റേ ഷോ കാണിപ്പുണ്ടല്ലോ 4:30. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ കണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പെൻഷനൊക്കെ ഇപ്പം കൂട്ടിയിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഞാനൊരു വോട്ടങ്ങ് കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു 5-6 അടി അങ്ങ് തന്നിട്ട് ഉമ്മ വന്നാൽ എനിക്കൊരു വോട്ട് തരുമെന്ന് ചോദിച്ചു. അങ്ങനല്ലേ ചെയ്യുന്നത്? ഈ 5 വർഷം ദ്രോഹിച്ചിട്ട് അവസാനം എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ വോട്ട് കൊടുക്കാൻ പോകുന്നു. നിങ്ങളും ആലോചിക്കണം. ഞാനിപ്പോൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയത്തില്ല, പക്ഷേ നിങ്ങളുടെ പ്രതിഷേധം നമ്മൾ ശക്തമായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് പേടി വരുന്നത്. ഇനി ആ പേടി വേണ്ട, അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. ഇത് എന്ത് ചെയ്യുമെന്നുള്ളത് പറയുന്നില്ല, പ്രവർത്തിച്ച് കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്നതിനകത്ത് 10 പേര്, ഇതിനകത്ത് 10 പേര് താമസിക്കുകയാണെന്ന്. 10 പേര് ഇതിനകത്ത് ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ കൊച്ചുങ്ങൾ ഉൾപ്പെടെ 10 പേരെ ഈ വീട്ടിൽ താമസിക്കണം. ഈ ഇതിനകത്ത് ഉറങ്ങുന്നത്. ശക്തമായിട്ടുള്ള ഇലക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് തൃക്കാക്കര മണ്ഡലത്തിൽ തന്നെയുണ്ട്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു താങ്കളുടെ? കുറച്ച് ദിവസങ്ങളായിട്ടല്ല, 4-5 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ സജീവമായി ഇറങ്ങി തുടങ്ങിയത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വളരെ നല്ല റെസ്പോൺസാണ്. ജനങ്ങൾ വലിയ രീതിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് അംബേദ്കർ കോളനിയിലേക്ക് പോകുമ്പോഴാണ്. അപ്പം ഈ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളായിക്കോട്ടെ,
ഈ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന അപ്പർ ക്ലാസ് ഓഡിയൻസ് താമസിക്കുന്ന വലിയ വലിയ മണിമന്ദിരങ്ങൾ, ഫ്ലാറ്റുകളായിക്കോട്ടെ, എല്ലായിടത്തും മനുഷ്യന് പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മേഖലകളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് പലവിധ കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ട് പലരും നമ്മുടെ പേര് കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മനസ്സിലാക്കിയത്. ഈ 2020ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു 14,000 10% മുകളിൽ വോട്ട് നേടുകയും BJPക്ക് വോട്ടുള്ള. അപ്പോൾ രണ്ടുപേരും കൂടെ വോട്ട് വരുമ്പോൾ താങ്കളുടെ ഒരു വ്യക്തിപ്രഭാവം കൂടെ കൂടിയിട്ട് ഒരു വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇപ്പം 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ ആശയത്തിന്, അതിൻ്റെ സംഘടനാ വലിപ്പം കൊണ്ട് മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്കൽ തോട്ടിന്, അവർ ഈ നാടിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക്, കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനത അവരെ വീണ്ടും വീണ്ടും സ്വീകരിച്ചതിനും ഇത്രയും അധികം മറ്റ് പാർട്ടികളെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് അവർക്കെതിരെ മത്സരിച്ചതെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും ഇത്രയും വലിയ വിജയം അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് ജനത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ടും യാതൊരു സ്വാർത്ഥ ലാഭവും പ്രതീക്ഷിക്കാത്ത സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സും കൂടി ചേരുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു വലിയ വിജയം കിഴക്കമ്പലത്തും കുന്നത്ത് നാട്ടിലെ മറ്റ് പല പഞ്ചായത്തുകളിലും നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 2020 എന്ന ആശയത്തോട് വലിയ സ്വീകാര്യതയാണ് എറണാകുളം പ്രദേശത്തുള്ളവർക്ക്. അതിന് പുറത്തേക്കും സ്വീകാര്യതയുണ്ട്. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങളൊന്നും തന്നെ 2020ക്ക് വലിയ സ്വീകാര്യത ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ NDAയുടെ ഭാഗമായിട്ട് 2020യിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ 2020യുടെ കാഴ്ചപ്പാടിനും NDAയിലൂടെ നമുക്ക് വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നു. തൃക്കാക്കരയിലെ ജനങ്ങൾ നമ്മളെ വലിയ രീതിയിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു വാഗ്ദാനം കൊടുക്കാതെ തന്നെ ഇന്ന പാർട്ടിയുടെ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പം തന്നെ പിന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് പേർക്ക് എൻ്റെ നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിഞ്ഞ ജനതയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടുകയാണ്. അവരുടെ തിരിച്ചുള്ള റിയാക്ഷനിൽ നിന്ന് അതിങ്ങനെ ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ സാധാരണയായിട്ട് LDF സാധാരണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിർത്താറുള്ളത്. ഇത്തവണയാണ് ഒരു LDF അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിനെ ഒരിക്കലും തൃക്കാക്കര മണ്ഡലത്തിൽ അവർക്ക് ഒരു വിജയപ്രതീക്ഷ അവർ ഒരിക്കലും വെക്കാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മാ തോമസും അഖിൽമാരായിട്ട് നമ്മളൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത്? അല്ല, അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവിടെ ഒരു സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മണ്ഡലമല്ല മറ്റു മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഇപ്പം ഇവിടുത്തെ നമ്മളെ റോഡുകളൊക്കെ തന്നെ, റോഡിൻ്റെ ഇരുവശത്തുമുള്ള കടകളെല്ലാം തന്നെ മറ്റുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1,80,000 വോട്ട് മണ്ഡലത്തിലെ വോട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ 10 ഇരട്ടിയോളം ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുള്ളവരും കേരളത്തിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും. അപ്പോൾ ഇവർക്കിടയിലേക്ക് ഒരു സംഘടനാ പ്രവർത്തനം നടത്തി എത്തുക അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടാവാം CPMൻ്റെ സംഘടനയുടെ ദുർബലമാണ്. പിന്നെ കുറച്ചും കൂടെ വിശാല അർത്ഥത്തിൽ രാഷ്ട്രീയം മറന്ന് ചിന്തിക്കുന്ന ഒരു ജനത ഉണ്ടായതുകൊണ്ട് CPMന്, അതായത് പൊളിറ്റിക്കലി ഒരു അന്ധത ഇവിടുത്തെ ജനത്തിനില്ല. പക്ഷേ അതേസമയം തന്നെ CPMന് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയാവുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. അത്തരത്തിലൊരു പ്രദേശത്തേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. പക്ഷേ പൊതുവേ ഈ പാവങ്ങളെ എന്ന് എല്ലാ കാലത്തും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഇനി ഇവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരാരും സ്വീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ടായിരിക്കും CPMന് ഇവിടെ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കാൻ അവർ ചിന്തിക്കുന്നത്. ഈ സാധാരണ കഴിഞ്ഞ ബൈ ഇലക്ഷനിലൂടെ 68% പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പോളിംഗ് ശതമാനം പൊതുവെ കുറവായിരുന്നു. 73% വരുന്നിടത്ത് 5%-ഓളം കുറവായിരുന്നു. ഇത്തവണത്തെ എങ്ങനെയാണ് പോളിംഗ് ശതമാനത്തെ താങ്കൾ കാണുന്നത്? പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അത് ഈ പോളിംഗ് ശതമാനം കുറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനതയ്ക്ക് അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു 32% ജനത മാറി നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് ഇത് എന്തിന് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് അവരെ അടുപ്പിക്കാതെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ മനോഭാവമൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അത് ഇത്തവണ മാറി പുതിയ ആൾക്കാർ വരുന്നതോടുകൂടി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ അപ്പർ ക്ലാസ് മണ്ഡലമാണെന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് ഒന്നുമല്ല, വളരെ സാധാരണക്കാർ. ഇവർ ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ അപ്പർ ക്ലാസ് ആണ്. അല്ല, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചു ഇവർ. ഞങ്ങളിങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന് വേരോട്ടം ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഒരു കാലത്ത് ഒരു വലിയ ദരിദ്ര രാഷ്ട്രമായിരുന്നു. ഇപ്പോൾ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ സത്യജിത്ര എടുത്ത് ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കുന്നത് തന്നെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെയാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത്. ഏറ്റവും കൂടുതൽ ദരിദ്രരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയുള്ള ഒരു രാജ്യത്ത് കമ്മ്യൂണിസം എന്താ വളരാതെ പോയത്? കമ്മ്യൂണിസം ഇന്ത്യ ഒട്ടാകെ നശിച്ചു പോയി. കാര്യം എന്താണെന്നറിയാമോ? ഈ പാവങ്ങളെ പറ്റിക്കല പരിപാടി. പാവങ്ങളെ പറ്റിക്കുന്ന തിരിച്ചറിഞ്ഞ ജനങ്ങളെല്ലാം തന്നെ എല്ലാ സംസ്ഥാനത്തു നിന്നും ഇവരെ മാറ്റി നിർത്തി. ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനമാണെന്ന് ജനത്തിന് ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങി. വർഷങ്ങളായിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും ജാതീയമായിട്ട് പല ആൾക്കാരെയും ഭിന്നിപ്പിച്ച് ആ ജാതീയമായിട്ടുള്ള ഭിന്നിപ്പിക്കലിൽ നിന്നാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് പിടിച്ചത്. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും വന്ന് ഞങ്ങൾ പരിഹരിച്ചു തരാം. അപ്പം സ്വാഭാവികമായിട്ട് പാവങ്ങൾ വിചാരിക്കും ഇത്തവണയെങ്കിലും ഞങ്ങളെ ഇവർ രക്ഷിക്കും, ഇത്തവണയെങ്കിലും ഇവർ ഞങ്ങൾക്ക് പറയുന്ന വാക്ക് സത്യമായിരിക്കും. പക്ഷേ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് ആ ജനത അതെല്ലാം മാറി ചിന്തിച്ചു തുടങ്ങി. ജനങ്ങളെല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തുടങ്ങി.
അതുകൊണ്ട് തൃക്കാക്കര എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ കൊച്ചിയുടെ സിറ്റി എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ആരും കാണാതെ പോകുന്ന, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ വിഭാഗം ജനത ഇവിടെ ഉണ്ട്. ഞാൻ നമ്മുടെ നേതാക്കന്മാരുടെ അടുത്തും മണ്ഡലം കമ്മിറ്റിയോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് ഫ്ലാറ്റുകളിലേക്കുള്ള യാത്രകളെക്കാട്ടിയും കൂടുതലും ഏറ്റവും സാധാരണക്കാരനെ കാണണം, അവൻ്റെ പ്രശ്നങ്ങൾ അറിയണം. ഞാനിത് പറയുമ്പം താരതമ്യപ്പെടുത്തി സംസാരിക്കില്ല. നരേന്ദ്രമോദി ഇതാണ് രാജ്യത്ത് ആദ്യം ചെയ്തത്. ഗ്യാസ് കൊണ്ടുവന്നതും കക്കൂസ് കൊണ്ടുവന്നതും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൊണ്ടുവന്നതിനും ശേഷമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നത്. ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയിട്ട് മാത്രമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതല്ല, രക്ഷപ്പെട്ടവനും ബുദ്ധിമുട്ടുണ്ട്, കോടികളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവനും ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ വലിയൊരു ടാക്സിൽ തന്നെയാണ് ഈ രാജ്യത്തെ പല സംവിധാനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെയും തിരിച്ചറിയണം. പക്ഷേ ആദ്യം ഇവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവരെ നമ്മൾ കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ വലിയൊരു ടാക്സേഷന് കാരണക്കാരനായിട്ടുള്ള മറ്റൊരു വലിയ വിഭാഗത്തെ, വ്യവസായികളെ, ബിസിനസ്സുകാരെ, അപ്പർ ക്ലാസ് ഓഡിയൻസിനെയൊക്കെ നമ്മൾ പരിഗണിക്കണം. ഞാൻ ഈ രണ്ട് വിഭാഗത്തിലും കടന്നു വന്ന ഒരാളാണ്. രക്ഷപ്പെടുന്നതിന് മുമ്പുള്ള അഖിലിന് സാധാരണക്കാരനെ അറിയാം, രക്ഷപ്പെട്ടതിന് ശേഷമുള്ള അഖിലിന് രക്ഷപ്പെട്ടവൻ്റെ ജീവിതം അറിയാം. അപ്പോൾ രണ്ടുപേരെ എനിക്ക് വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ രമേശ് പിഷാരടി ഈ വിഷയത്തിൽ അതായത് വിഷയമല്ല പറയുന്നത്, ആ വിഷയത്തിൽ ബന്ധപ്പെട്ടാണ് താങ്കൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷേ താങ്കൾ ഉമ്മാ തോമസിനെതിരെയുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ അല്ല, അവരോടൊരു മൃദുത്വം പാലിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും പരിഹസിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. ഈ പിഷാരടി വിഷയം യഥാർത്ഥത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നോടൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. ആ ചോദ്യം ഇപ്രകാരമാണ്: ബിഗ് ബോസിൽ പോയതാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത? അപ്പം ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ പിന്നെ എന്താണ് രമേശ് പിഷാരടിയുടെ യോഗ്യത? അതിനപ്പുറത്തേക്ക് ഈ രമേശ് പിഷാരടി എന്നൊരാൾ ഇവിടേക്ക് കടന്നു വരത്തില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ 2020 സ്ഥാനാർത്ഥികളെ പരിഹസിക്കുകയും CPM നിർത്തിയ സിനിമാക്കാർക്ക് സ്വീകാര്യമുണ്ടാവുക, കോൺഗ്രസ് നിർത്തിയ സിനിമാക്കാർക്ക് സ്വീകാര്യത ഉണ്ടാവുക, 2020 ആൾക്കാർക്ക് പരിഹാസം കിട്ടുക. അപ്പം അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. അപ്പം അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സാധാരണ സിനിമയിലൂടെയും മറ്റ് മേഖലകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി പരിഗണിക്കുമ്പോൾ നിങ്ങൾ അവരെ കണ്ടിട്ടുള്ളത് അവർ TV-യിലോ മറ്റേതിലോ ആയിരിക്കും. പക്ഷേ അവർക്ക് ഒരു രാഷ്ട്രീയ ആശയമുണ്ടാവും. ചിലപ്പോൾ അവർ ഇന്നലകളിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തോട് ചേർന്ന് നിന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം രമേശ് പിഷാരടി അദ്ദേഹം കോൺഗ്രസിൻ്റെ ആശയത്തോട് ചേർന്ന് നിന്ന ഒരാളാണ്. അപ്പോൾ എന്താ യോഗ്യത എന്ന ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുകയാണ് ഞാൻ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആണ് പലപ്പോഴും വന്നത്. അല്ലാതെ ഞാൻ പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിക്കെതിരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം എന്നെ ട്രോളിക്കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ കൂടെ ഞാനിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അഖിൽമാരുടെ നിലപാട് നോക്കൂ. ഞാൻ അതിൽ പോലും എഴുതി വെച്ചേക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വന്നാൽ അവിടെ ഒരു അതിഥിയായി ഇരിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടാവണം. 2, കോൺഗ്രസിൽ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന, കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അടികിട്ടിയ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പരിഗണിച്ചോണം. ഇതൊരു ആശംസയാണ്. പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആശംസ നേർന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസ് ആയി മാറും, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ആശംസ നേർന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയം വിട്ടു എന്നുള്ളതാണോ? ഞാനൊരു ആശംസ നേരുകയാണ് ചെയ്തത്. ഇനിയും മുഖ്യമന്ത്രി ആരായാലും ഞാൻ അവിടെ പോയി അതിഥിയായിട്ടൊന്നും ഇരിക്കത്തില്ല, MLA ആയിട്ട് വരുന്നോളാം. ഇപ്പോൾ താങ്കളുടെ ആശയങ്ങൾ വ്യക്തമായും കൃത്യമായും പറയുന്ന ആളാണ്. വിമർശനങ്ങളോടത്ത് വിമർശിക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കളെ കോമാളിവൽക്കരിക്കുന്ന ചില മീമുകളും അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ കാണുന്നു. ഇപ്പോൾ താങ്കൾ ഇന്ന് രാവിലെ ഇട്ടുണ്ടായിരുന്നു താങ്കളൊരു വിഷയത്തെക്കുറിച്ച് പറയുന്ന വിഷയത്തിൻ്റെ ഒരു ടൈം ലൈൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തു, പുള്ളി പരസ്യമാക്കേണ്ട കാര്യങ്ങൾ അനാവശ്യമായി പരസ്യമാക്കുന്നു, അങ്ങനെയുള്ള വിമർശനങ്ങൾ. ഇപ്പം ഈ താങ്കളൊരു 10,000 രൂപ കൊടുത്ത വിഷയത്തെ സംബന്ധിച്ചാണ്. 10,000 അല്ല, 100 കണക്കിന് 10,000 കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു മൊബൈലിൽ എടുത്തുകൊണ്ട് പോയിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു പാവപ്പെട്ട മനോടുള്ള ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അതിങ്ങനെ ജനത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം നന്മമരമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ചെയ്തതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇതെവിടെയാണ് പറയാൻ പ്രേരിതമായത്? നീ വയനാട്ടിൽ വീട് വെച്ച് കൊടുത്തോ? നീ ഏതെങ്കിലും പാവപ്പെട്ടവനെ സഹായിച്ചോ? ഈ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് എല്ലാം എടുത്ത് കാണിച്ചാൽ പറയും നമ്മളെന്തോ 10 പേരെടുത്ത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു കുടുംബത്തിന് വന്നിട്ട് ഇവരെയും ചാനലുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 10,000 രൂപയും കൊടുത്ത് കുറച്ച് അരിയും മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേരളം മുഴുവൻ പറയും, ഓ സംഘം കൂടെ നല്ല മനുഷ്യനെന്ന് പറയും. ഈ ബാക്കിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ശ്രദ്ധിക്കത്തില്ല. അതേസമയം നമ്മൾ ഓരോ വീട്ടിലും കയറി നിങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കുന്നത് പോലും അതൊരു എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നന്മയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാവുന്ന ഒരാളാണല്ലോ, എനിക്ക് അദ്ദേഹവുമായിട്ട് പ്രത്യേകിച്ച് നേരിട്ട് വലിയ അടുപ്പവും കാര്യങ്ങളും, അപ്പോൾ എനിക്ക് പ്രത്യേക അടുപ്പമൊന്നുമില്ലാത്ത ഒരാളുടെ ഒരു വിഷമം കണ്ടപ്പോൾ എനിക്കിങ്ങനെ സഹായിക്കാൻ തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എങ്കിൽ പിന്നെ എനിക്കിതങ്ങ് ചെയ്താൽ പോരെ.
നീ എൻ്റെ ഫോൺ എടുത്ത് വേണമെങ്കിൽ എനിക്ക് വന്നേക്കുന്ന മെസ്സേജുകൾ, വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ, അതിൽ ഞാൻ തിരിച്ചു കൊടുത്തേക്കുന്ന റിപ്ലൈകൾ, ഇങ്ങനെ 100 കണക്കിനെടുത്ത് അല്ലേ നമ്മൾ ഇതിനെ പ്രശ്നമായിട്ടല്ല പറഞ്ഞേ. പറ്റുമെങ്കിൽ നേരെ കൊട്ടാരക്കര ജില്ല, കോട്ടാത്തല ജില്ല, അവിടെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്തരാം. അവർ നിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അഖിൽമാരാർ സഹായിച്ച അഖിൽമാരാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ താങ്കൾ ഒരു സൽപ്രവർത്തിയായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ടോ ചെയ്യുന്ന ആൾക്കാർ താങ്കളെ കോമാളിവൽക്കരിക്കുന്ന രീതിയിൽ ആളുകൾ ട്രോളുകൾ മാത്രമാക്കി മാറ്റുമ്പോൾ അതിനൊരു PR വർക്ക് ഉണ്ടെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അത് PR-ൻ്റെ അല്ല, എപ്പോഴും ഈ ഫലമുള്ള മാവിലാണ് നമ്മൾ കല്ലെറിയുന്നതെന്ന് പറയും. ഇപ്പം കേരളത്തിൽ 500ഓളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇവർ പറയുന്നു തൃക്കാക്കര എന്ന് പറഞ്ഞാൽ ഒരിക്കലും BJP ജയിക്കത്തില്ല. എന്നാൽ പിന്നെ അവൻ അവിടെ നിന്ന് തോക്കത്തില്ലെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ജയിക്കും എന്നുള്ള പേടിയാണ്. ഞാൻ ജയിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ ഇരിക്കുന്നവന്മാർക്ക്, യാതൊരു വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക്, മറ്റുള്ളവരെ ആക്ഷേപിച്ച് ജീവിക്കുന്നവന്മാർ മൊബൈലും എടുത്ത് വെച്ച് എവിടുന്നെങ്കിലും ഒരാൾ 1 മണിക്കൂർ സംസാരിച്ചതിനകത്തുനിന്ന് 10 സെക്കൻഡ് ഇടത്തിയെടുക്കും, എന്നിട്ട് അങ്ങ് പ്രചരിപ്പിക്കും. ഇത്തരക്കാരുടെ മനോഭാവത്തെ ഞാൻ വളരെ കൃത്യമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കാതെ 10 സെക്കൻഡോ 20 സെക്കൻഡോ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നവരെ ഞാൻ ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ? ഇവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള അയൽക്കാരൻ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവൻ നേരെ ഇവൻ്റെ അമ്മ വേശ്യാന്ന് പറഞ്ഞോളെ. കാര്യം അവൻ എന്താ കണ്ടത്? അയൽക്കാരൻ വീട്ടിൽ നിന്ന് അമ്മയുടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. സംഭവം അവിടെ എന്താ നടന്നത്? വീട്ടിലൊരു പാമ്പ് കയറി, അവൻ്റെ അമ്മ വിളിച്ചു കൂവി, അപ്പുറത്തുനിന്നുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നു. അതിലൊരാൾ ബെഡ്റൂമിൽ വെച്ച് പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അവൻ്റെ അമ്മയുടെ കൂടെ ഇറങ്ങി വരുന്നതായിരിക്കും യാഥാർത്ഥ്യം. പക്ഷേ ഇവൻ കണ്ടവൻ 10 സെക്കൻഡ് ഇട്ടുമ്പോൾ കണ്ട എന്താ? അമ്മയും വേറൊരാളും കൂടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്വാഭാവികമായിട്ട് ഇവന് തോന്നുന്നു അമ്മ കുഴപ്പക്കാരിയാണെന്ന്. കാര്യം ഇവന് സത്യം അന്വേഷിക്കാൻ താല്പര്യമില്ല. ഇവൻ കണ്ട കാഴ്ചയിലുള്ളത് വെച്ചിട്ട് അവൻ വിലയിരുത്തുകയാണ്. സത്യം അന്വേഷിക്കാൻ പഠിക്കും. ഒരാളൊരു വിഷയത്തിൽ എന്താണ് പൂർണ്ണമായും പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു സ്വതന്ത്ര പൗരനെന്ന നിലയിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. വിഷയങ്ങളുടെ സത്യം പറയുന്നതാണ് നിലപാട്. അത് വിഷയങ്ങളുടെ സത്യമായിരിക്കും. അത് മാറ്റി പറയുന്ന സമയത്ത് അത് മാറ്റി പറഞ്ഞ ഇതുകൂടെ എടുത്തു വെച്ച് പറ. ഇപ്പം ഞാൻ ഇന്നലകളിൽ BJP വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ എൻ്റെ ശരിയാണത്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJPക്കുള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിംസിനെയും കോൺഗ്രസിനെയും എന്തെല്ലാം പറഞ്ഞേക്കുന്നു. VD സതീശൻ രാവിലെ പറയുന്നതാണോ വൈകിട്ട് പറയുന്നത്? പിണറായി വിജയൻ ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? ഇവരാരാണ് ഈ പറയുന്നത്? എന്ത് പ്രശ്നം അറിയോ? ജീവിതത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രീതിയൊന്നും ഈ പുതിയ തലമുറയിൽപ്പെട്ട ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ വിവരക്കേട് കാണിക്കുന്ന വിവരം കെട്ടവന്മാർ കണ്ടിട്ടില്ല. ഇവന്മാർക്ക് ആകെ അറിയാവുന്ന അഖിൽമാരാരെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് തോന്നുന്നത് അയ്യോ അഖിലേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. അവന്മാർ പറയട്ടെന്നേ. അവന്മാർക്ക് അതിലൂടെ 4 റീച്ച് കിട്ടും, എനിക്ക് കുറച്ച് വോട്ടും കിട്ടും, ഞാൻ ജയിക്കും, ഞാൻ MLA ആവും. അവൻ വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ വീണ്ടും എടുത്തുകൊണ്ട് വെച്ച് ഇതേ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മളെ 4 തെറി വിളിക്കും. നമുക്ക് സന്തോഷം, നമുക്ക് എന്താ വേണം? ഇപ്പോൾ ഈ താങ്കളെ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു വേറെ ഒന്നും നോക്കാതെ തന്നെ പിന്തുണച്ചൊരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ. താങ്കൾ ഒപ്പം തന്നെ BJPയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തെയൊക്കെ കണ്ടിരുന്നോ? എങ്ങനെയാണെന്ന്? പ്രവർത്തനത്തിലേക്ക് ഞാൻ പോയില്ല. റോബിൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ റോബിനോട് വിളിച്ചിട്ട് ഇതിൻ്റെ ശരി തെറ്റ് കാര്യം റോബിൻ അങ്ങനെ മുമ്പ് അങ്ങനെ രാഷ്ട്രീയ അഭിപ്രായം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ റോബിൻ എന്തടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചെന്ന് ഞാൻ റോബിനോട് സംസാരിക്കുകയും അവനോട് ഞങ്ങൾ ആ സമയത്ത് റെഗുലറായിട്ട് വിളിക്കും. റോബിന് സീറ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈവൻ റോബിന് അവസാന സമയത്ത് സീറ്റ് കിട്ടത്തില്ല എന്നൊരു വിഷമം വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് സീറ്റുണ്ട്, ടെൻഷൻ അടിക്കേണ്ട, തയ്യാറായിരുന്നോളം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ അടുത്തുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് താങ്കളുടെ തന്നെ സഹപ്രവർത്തക അഞ്ജലി നായരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇത്തവണ സാധാരണയിൽ നിന്നും ശക്തമായി BJPക്ക് അനുഭാവമുള്ള അല്ലെങ്കിൽ BJP ഭയങ്കര പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഭയങ്കര ഭൂരിപക്ഷം ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണെങ്കിലും ഇപ്പോൾ തൃക്കാക്കരയിലാണെങ്കിലും അതിനൊരു ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഇത്തവണ വോട്ടുകളിൽ കൂടുതൽ വരും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ്റെ ചിന്ത ഒരേ സമയം ഒരു 10,000 പേർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 10,000 വോട്ട് വീണില്ലേ? അപ്പം നിൻ്റെ ചിന്ത നീ എന്നോട് പങ്കുവയ്ക്കാതിരിക്കുകയും നീ നിശബ്ദമായി പോയി പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നീ വിചാരിക്കും നീ ഒരാൾ മാത്രമേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെപ്പോലെ ചിന്തിക്കുന്ന 10,000 പേർ ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ അത് 10,000 വോട്ടായിട്ട് മാറും. തൃക്കാക്കരയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. തൃക്കാക്കരയിൽ അങ്ങനെ മാറ്റം ഉണ്ടാവും. ഓരോ മണ്ഡലത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ജനങ്ങളുടെ ചിന്ത കുറച്ചുകൂടെ ഫ്രഷായി മാറട്ടെ. മാറ്റത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ മാറാൻ തയ്യാറെടുക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. എല്ലാവിധ ആശംസയും. താങ്ക് യു.